ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് താഴെ ഭാഗം നാടോടികൾ താവളമാക്കി. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ നവംബർ 14-ലാണ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന് താഴെയുള്ള സൗന്ദര്യവൽക്കരണം ഒരു വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് NK അക്ബർ MLAയും അറിയിച്ചിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ താവളം ആകാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ മേൽപ്പാലത്തിന് താഴ്ഭാഗം ഉത്തരേന്ത്യൻ തെരുവോരങ്ങളുടെ പ്രതീതിയിലാണ്. നൂറുകണക്കിന് നാടോടികളാണ് പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതും പാലത്തിന് താഴെയാണ്. പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതുമൂലം വ്യാപാരികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പരിസരത്തെ വ്യാപാരികൾ പറഞ്ഞു. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിലെല്ലാം വെളിയുടെ വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നു. ഇനി ഈച്ചകൾ പരന്നു തുടങ്ങി. ഇനിയും അസുഖങ്ങളും വീണ്ടും ഞങ്ങൾ വലിയൊരു ദുരിതത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇനി എന്ത് പ്രതിഷേധമാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലാതെ ആയി തുടങ്ങിയെങ്കിലും ഞങ്ങൾ വീണ്ടും പ്രതിഷേധ സ്വരം ഉയർത്താനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ അധികൃതർ കണ്ണു തുറക്കുന്നുള്ള ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. പകൽ സമയത്ത് ജോലിക്ക് പോയി രാത്രി പാലത്തിന് താഴെ ഉറങ്ങാൻ എത്തുന്നവരുണ്ട്. പകൽ സമയം മുഴുവൻ പാലത്തിന് താഴെ വിശ്രമിച്ച് രാത്രി നഗരത്തിൽ ഇറങ്ങുന്നവരുമുണ്ട്. മോഷ്ടാക്കളും സാമൂഹ്യവിരുദ്ധരുമാണ് ഇത്തരം സംഘങ്ങളിലുള്ളത്. ഇവർ പലപ്പോഴും മദ്യപിച്ച് വഴക്കിടുന്നത് പാലത്തിന് താഴെയുള്ള പതിവ് കാഴ്ചയാണ്. ഇതിനെല്ലാം അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, ഗുരുവായൂർ.